ഉഹദിന്റെ രണാങ്കണത്തിലെല്ലാം പണയം വെച്ച മഹാനല്ലേ. ഉഹദിന്റെ യുദ്ധത്തിൽ ഒരു സ്വഹാബിയെ കണ്ടില്ലേ ഉമ്മ? അള്ളാന്റെ ഹബീബിന് നേരെ വരുന്ന മുഴുവൻ അമ്പും അതാ ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആലോചിക്കുന്നു, റസൂലുള്ളാന്റെ മുമ്പിൽ നിന്നാലല്ലേ നബിതങ്ങൾക്ക് നേരെ വരുന്ന അമ്പ് തടുക്കാൻ പറ്റൂ. പക്ഷേ ഹബീബിന്റെ മുമ്പിൽ നിന്നാൽ ഹബീബിന്റെ പിന്നിലായി പോകും. എന്റെ പിൻഭാഗത്ത് റസൂലുള്ള നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നബിതങ്ങൾക്ക് അഭിമുഖമായി അങ്ങ് നിൽക്കുകയാണ്. അഭിമുഖമായി അങ്ങ് നിൽക്കുകയാണ്. അഭിമുഖമായി നിൽക്കുമ്പോ അള്ളാന്റെ റസൂലിന് നേരെ വരുന്ന മുഴുവൻ അമ്പും മുതുകത്ത് തുളച്ച് കയറിയില്ലേ മോനെ? ഹബീബായ നബിതങ്ങൾക്ക് ജീവൻ കൊടുത്തില്ലേ മോനെ? എനിക്കും നിനക്കും വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാന്റെ ദീനിന് സേവനം ചെയ്യണം. ഒരു തവണയെങ്കിലും റസൂലുള്ളാനെ കാണണം. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കണം. അല്ല, മരിക്കാൻ സമയമാകുമ്പോ മദീനയിലെത്തണം. റസൂലുള്ളാന്റെ മുവാജഹത്തിൽ നിന്നൊന്ന് സലാം പറയണം. സലാം പറയുമ്പോ എല്ലാവരുടെയും സലാം അവിടെ എത്തുന്നുണ്ട്. പക്ഷേ നബിതങ്ങൾ സലാം മടക്കുന്നത് കേൾക്കുന്ന ആളുകൾ കുറവാണ്. കേട്ട ഇമാമീങ്ങളുണ്ട്, തങ്ങൾ കേട്ടിട്ടുണ്ട്, റിഫായി ശൈഖ് തങ്ങൾ കേട്ടിട്ടുണ്ട്, വലിയ വലിയ ഇമാമീങ്ങൾ കേട്ടിട്ടുണ്ട്. ചരിത്രം ഏറെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധുവായ ഞാൻ 450 മണിക്കൂറോളം റസൂലുള്ളാഹിനെ കുറിച്ച് സംസാരിച്ച CD-ആയി ലഭ്യമാണ്, ഓൺലൈനിൽ ലഭ്യമാണ്, സൈറ്റുകളിൽ ലഭ്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലെല്ലാം കിതാബും പേജും ഉദ്ധരിച്ചുകൊണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഹബീബായ നബിതങ്ങൾ സലാം മടക്കുന്നത് കേൾക്കുന്ന ആളുകൾ കുറവ് തന്നെ. ആ കുറഞ്ഞവരിൽ ഒന്ന് ഉൾക്കൊണ്ട് സലാം മടക്കുന്നത് കേട്ടിട്ട് അവസാനം മദീനത്തു ചെന്ന് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് മടക്കുന്നതൊന്ന് കേട്ട് അവിടൊന്ന് പെടഞ്ഞ് വീണ് മരിച്ച് ബഖീയിലൊന്ന് കിടക്കണമല്ലോ. വലിയ ആശയുണ്ട് റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെല്ലാം ഒന്ന് എഴുന്നേൽക്കുമോ? ഉമ്മമാരൊക്കെ അവിടെ തന്നെ ഇരുന്നാൽ മതി. സഹോദരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കണം. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞൊന്ന് ദ്വാരക്കാമല്ലോ. സാധുവായ ഞാൻ വഅദ് പറയാൻ അർഹനല്ല. ഞാൻ തന്നെ വളരെ മോശക്കാരനാണ്, ഒരുപാട് തഖ്വ കുറഞ്ഞവനാണ്, അമല് കുറഞ്ഞവനാണ്, റബ്ബിന്റെ റഹ്മത്തിന്റെ മുമ്പിൽ കേഴുന്ന സാധുവാണ്. നിങ്ങളെല്ലാം ദുആ ചെയ്യണേ. ഒരു അമലും ഇല്ല. സഫരി തവീൽ വസാദി ഖലീൽ. യാത്ര നീണ്ടതാണ്, പക്ഷേ കയ്യിലൊന്നുമില്ല. കേട്ടോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ കാണാനൊന്ന് കൊതിക്കണം. എന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കോ. ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ റസൂലുള്ള വരും മോനെ, മാടി വിളിക്കും മോനെ. എനിക്കൊന്നും നമുക്കൊന്നും ഒരു അമലുമില്ല, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, നന്നായി മഹബത്ത് വെക്കണം. കണ്ടില്ലേ, ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബും സഹാബത്തും വലിയ പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണത്തിന്റെ ഇടയിൽ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നേരെ വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പ്രൊട്ടക്ഷൻ നൽകാനുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അമ്പ് വരുന്നു. ഹബീബായ നബിതങ്ങൾക്കെതിരെയുള്ള അമ്പാണ്.
ഖതാദത്ത് ബിൻ നുഅ്മാൻ തങ്ങൾക്ക് കൈയുയർത്തിയിട്ട് തടുക്കാൻ കഴിയുന്നില്ല, പരിച കയ്യിലില്ല, അതിനൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. നേരെ തലയങ്ങ് പൊക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വന്ന അമ്പ് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് അങ്ങ് തറച്ചു. കണ്ണ് തെറിച്ചങ്ങ് വീണുപോയി, കണ്ണ് തെറിച്ചങ്ങ് പോയി. فأسرع قتادة إلى رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു ആ കണ്ണും കയ്യിൽ വെച്ചുകൊണ്ടോടി. വഅയ്നു ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത്. നേരെ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടത്തേക്ക് നേരെ വന്ന അമ്പ് തടുക്കാനുള്ള സാവധാനമില്ലാതെ വന്നപ്പോ എന്റെ മുഖം കൊണ്ടുയർത്തിയെന്ന് പരിചയാക്കിയപ്പോ കണ്ണങ്ങ് തെറിച്ച് വീണുപോയി. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഖതാദ റളിയല്ലാഹു അൻഹു വന്നിട്ട് കണ്ണുക കയ്യിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടം വന്നുപോയി. എന്നിട്ടൊരൊറ്റ ദുആയാണ്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഖതാദ ഖദ് ഔജഹ നബിയക ബിവജ്ഹി ഫജ്അൽ ഐനഹു വഹദ്ദഹുമാ നദറാ. فوضع النبي صلى الله عليه وسلم أين قتادة مكانه. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണെടുത്തിട്ട് പൂർവസ്ഥാനത്തേക്ക് വെച്ചിട്ട് ഒരൊറ്റ ദുആയാണ്, അല്ലാഹ്, എന്റെ ഖതാദ കണ്ടില്ലേ, എനിക്ക് വേണ്ടി കണ്ണ് സമർപ്പിച്ച ആളാണ്, സ്വന്തം കണ്ണ് ഹബീബിന് വേണ്ടി കൊടുത്തയാളാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ഖതാദയുടെ കണ്ണിന്റെ കാഴ്ച രണ്ടു കണ്ണിൽ വെച്ച് ഏറ്റവും നല്ല കാഴ്ച ഈ തെറിച്ചുപോയ കണ്ണിന് നൽകണേ റബ്ബേ. അപ്പോഴേക്കോ ആ കണ്ണല്ലാന്റെ റസൂലിന്റെ കൈ കൊണ്ടങ്ങ് വെച്ചതേ ഉള്ളൂ. മാറ്റമില്ലാതെ പഴയതുപോലെ, മുറിവ് പറ്റിയിട്ടില്ലാത്ത പോലെ, ഏതു കണ്ണിനാണ് മുറിവ് പറ്റിയതെന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് കണ്ണ് വന്നുപോയി. ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, പിൽക്കാലത്ത് എന്റെ മറ്റേ കണ്ണിന് വല്ല കേടുവന്നാൽ പോലും, വല്ല വിഷമവും വന്നാൽ പോലും, അല്ലാഹുവിന്റെ ഹബീബ് റീഫിറ്റ് ചെയ്ത കണ്ണിന് ഒരു കേടുമില്ല. മോനെ സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു അവയവം കൊടുത്തില്ലേ മോനെ? ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണു കൊടുത്തില്ലേ മോനെ? ജഅഫർ റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്തില്ലേ മോനെ? ഖുബൈബ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്തില്ലേ മോനെ? എനിക്കും നിനക്കും റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ അനുജന്മാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, എന്റെ ഉപ്പമാരെ, എന്റെ പെങ്ങന്മാരെ, ഒറ്റയ്ക്കിരുന്ന് നന്നായി എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് കാണാൻ കൊതിയില്ലേ റസൂലുള്ളാഹിനെ? മോനെ, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ ചിരിക്കുന്ന മുഖം ഒരു രാത്രിയിലൊന്ന് കാണാൻ കഴിഞ്ഞാൽ ഇനി ലോകത്തൊരു കാഴ്ചയും വേണ്ട. റബ്ബേ, ഞങ്ങൾക്ക് ആ കാഴ്ച നീ നൽകുകയും നിലനിർത്തി തരികയും ചെയ്ത് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. മോനെ, കൊതിവെക്കേണ്ടത് പടച്ചവന്റെ വീടാണ്, ഇവിടുത്തെ കൊട്ടാരമല്ല. മോനെ, ലൈനടിക്കേണ്ടത് ഇവിടുത്തെ പെണ്ണിനെയല്ല, സ്വർഗത്തിലെ സൗകര്യങ്ങളെയാണ്. കണ്ടില്ലേ, വലിയ താടിയും തൊപ്പിയും വെച്ച ഹാജിയന്മാര് പോലും മക്കളെ കെട്ടിക്കുമ്പോ ദീന മുഴുവൻ പണയം വെച്ചുപോയി. വാപ്പാ,
നിങ്ങൾക്ക് റബ്ബ് തന്ന ഉത്തരവാദിത്വമാണ് ആ മകളെ ദീനായി പഠിപ്പിക്കൽ. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് അന്യപുരുഷന്റെ മുമ്പിൽ അർദ്ധനഗ്നകളായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യിക്കുമ്പോ പടച്ചവൻ വെറുതെ വിടൂല കേട്ടോ. ഇത് പറയേണ്ടത് മുതല്ലിമായ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പറയട്ടെ, റബ്ബ് പടച്ചവനായ റബ്ബിന്റെ പരമാധികാരത്തിന് വിലയില്ലേടാ. പോലീസുകാരന് നീ പേടിക്കുന്നില്ലേ? ഇന്ത്യൻ കോടതിയെ നീ ഭയക്കുന്നില്ലേ? ഇന്ത്യൻ നിയമങ്ങളെ നിനക്ക് പേടിയില്ലേ? എന്നാൽ ലോകത്തിന്റെ അധികാരിയായ റബ്ബിന്റെ നിയമത്തിന് പുല്ലു വിലയില്ലേടോ. ഇതെന്ത് മുസ്ലിമാടോ ഞാനും നീയുമൊക്കെ? അള്ളാന്റെ ഹബീബിന്റെ നിയമങ്ങളല്ലേ പാലിക്കേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനകളല്ലേ പാലിക്കേണ്ടത്? മോളെ കെട്ടിക്കുമ്പോ മര്യാദക്ക് ഔറത്ത് മറച്ച് കെട്ടിക്കണം. നിസ്കാരമുള്ളവനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കണം. അതാ 12 വീഡിയോയുടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു വല്ലാത്ത നിക്കാഹ് തന്നെ. എന്തൊരേടാകൂടമുള്ള കാലമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധുവായ ഞാൻ അങ്ങനെയുള്ള ഒരൊറ്റ നിക്കാഹിലും പങ്കെടുക്കാറില്ല. റബ്ബേ, പാലിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ഈമാനുള്ള രക്ഷിതാക്കളെ, റബ്ബ് തന്ന പണം ഹറാമ് കാണിച്ച് തോന്നിവാസത്തിനുള്ളതല്ല, ധിക്കാരത്തിനുള്ളതല്ല, റബ്ബിനെ വെല്ലുവിളിക്കാനുള്ളതല്ല. ഒരു മൊബൈലിലും ഒരു ചെറിയ ഫോട്ടോ പോലും ഒരുങ്ങി നിൽക്കുന്ന നിന്റെ മോളുടെ അടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് നിനക്കൊരു പുല്ലും വരാനില്ല. ആ മോള് മരിച്ച് കവറടക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാണാൻ പറ്റുമോ? വലിയ ഫോട്ടോ എടുക്കല് നാളെയും കാണാനാണ് എന്റെ മോൾ ഒരുങ്ങി നിൽക്കുന്നത്. എവിടത്തേക്കുള്ള കാഴ്ചയാണോടോ? നാളെ മരിച്ചാൽ ഒരു കാഴ്ചയും ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ച് ദീന് പാലിച്ച് ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് പടച്ചവന്റെ കോടതിയെ ഭയന്ന് ഇപ്പൊ മരിച്ചാലും സ്വർഗം കിട്ടണമെന്ന ചിന്തയിൽ ജീവിച്ച് റബ്ബിനെ ഓർത്ത് ദിക്റ് ചൊല്ലി നന്നായി സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് ഉമ്മമാര് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനെ കണ്ട സന്തോഷം പലതവണയും പലയിടത്തുനിന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവർക്കും ഞങ്ങൾക്കും ആ നിഅമത്ത് നീ നിലനിർത്തി തരണേ റഹ്മാനേ. ഒരുപാട് തവണ നൽകണേ മന്നാനേ. കൂട്ടുകാരെ, ഇതൊക്കെ പറയുമ്പോഴൊരു പേടിയുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നിൽക്കണേ. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, നാളെ പരലോകത്ത് ചൊല്ലുമ്പോ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ എനിക്കെന്തു കിട്ടാനാണ്? തൊട്ടടുത്തൊന്ന് നിന്നോട്ടെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല. ആ ഹബീബിന്റെ മിസ്വാക്ക് ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. ചെരുപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ, ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. അവിടത്തേക്കുള്ള വെള്ളം ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി തങ്ങൾ മാറിത്തരൂല. എന്നാൽ ഹബീബിന്റെ വാതിൽക്കൽ ഞാനൊന്ന് പേര് വിളിക്കാൻ നിന്നോട്ടെ, ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മാറിത്തരൂല. ഞാനൊരു സെക്യൂരിറ്റിയായി നിന്നോട്ടെ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മാറിത്തരൂല. ഞാൻ അവിടെ നിന്നൊന്ന് ബൈത്ത് ചൊല്ലിക്കോട്ടെ, ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ മാറിത്തരൂല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ ഒരു പോസ്റ്റും അവിടെ കാണുന്നില്ല. എവിടെ നിൽക്കാനാണ്? എല്ലാം നിറഞ്ഞുപോയി. കയ്യിൽ അമലില്ല, കയ്യിൽ മഹബത്തില്ല, കയ്യിൽ ഒന്നുമില്ല. എവിടെ നിൽക്കാനാണ്? ഒരു പോസ്റ്റും കാണുന്നില്ല. റബ്ബേ, ഞങ്ങള് വല്ലാത്ത പാപികളാണ്. ആ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കിടത്തി തരണേ റഹ്മാനേ. ആ വഴിയിൽ അല്ലാഹുവിന്റെ ഹബീബ് കണ്ടാൽ, ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരാൾ വഴിയിൽ കിടക്കുന്ന കണ്ടാൽ നബിതങ്ങൾ പിന്നോട്ട് തട്ടൂല്ല, മുന്നോട്ടേ തട്ടൂ. ഹബീബായ നബിതങ്ങൾ തട്ടിയ സാധനം സ്വഹാബത്ത് പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാവരും തട്ടി 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 അവസാനം ഉമറുൽ ഖാദി തങ്ങളൊക്കെയും അങ്ങ് കടന്നു കഴിയുമ്പോഴെങ്കിലും അവരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും ഒന്ന് ഞങ്ങളെ കടത്തി തരണേ റഹ്മാനേ.
ഞങ്ങൾക്ക് നല്ല ഒരു ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആശിഖായി വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ, നാക്കുകൊണ്ട് ചൊല്ലുന്നതിനേക്കാൾ, വരകൊണ്ട് കുറിക്കുന്നതിനേക്കാൾ കൽബിലൊന്ന് നിറച്ചു തന്നിട്ട് മരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു റൂഹായി ഞങ്ങളുടെ റൂഹുകളെ നീ ആക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ ഹബീബിന്റെ ആശിഖീകളാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടുന്ന മക്കളാക്കണേ അല്ലാഹ്. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.